2025 ഏപ്രിൽ മാസം 4-ാം തീയതി രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ദുബായ് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നു. ഞാൻ വണ്ടിയുമായിട്ട് സിഗ്നലിൽ നിൽക്കുന്നു. അപ്പോൾ സിഗ്നലെല്ലാം ഓപ്പണായി. ഫ്രണ്ടിലെ ഒരു വലിയൊരു ടാങ്കർ വന്നിട്ട് സ്റ്റക്കായിപ്പോയി. അതിൻ്റെ പേരിൽ ഞാനും 2 വണ്ടികളും ഫ്രണ്ടിൽ നിന്നും മാറി ആ വണ്ടിക്ക് വഴി മാറിക്കൊടുത്ത് ലെഫ്റ്റ് എടുത്ത് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്താണെങ്കിൽ തന്നെയും പിന്നെ രാവിലെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ആ കണ്ടിന്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ കാര്യം ഇന്ന് കണ്ടുപിടിക്കാനിടയായി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സ്പീഡൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ പോകുന്നത്, ലാഗ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവിടെയും കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 വർഷത്തെ മുന്നേ ഉള്ള സിഗ്നലല്ല ഇപ്പോൾ വാട്ടർ ഫ്രണ്ടിൻ്റെ അവിടെയുള്ളതെന്ന് ഇതിലെ എല്ലാ ദിവസവും വണ്ടി ഓടിക്കുന്നവർക്കറിയാം. ഇത് ഇടയ്ക്കൊക്കെ വന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പരമാവധി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ വഴി നേരെ പോകുന്നത് നമ്മുടെ അൽറാസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് പിടിച്ച് പോവാം, അതായത് ഷിന്ദാഗ ടണലൊക്കെ. ഈ റൈറ്റ് പോകുന്നത് നമ്മൾ നേരെ ഇൻഫിനിറ്റി വഴിക്കാണ്. ഓക്കെ, നമ്മുടെ ഹയാത്ത് ഹോട്ടലിൻ്റെയൊക്കെ ആ വഴിക്ക് നേരെ ഇൻഫിനിറ്റി വഴിക്കാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഈ വഴിയും വന്നിട്ട് ഏകദേശം ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. 2022 ജനുവരിയിലാണ് ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ താമസിക്കുന്നത് നമ്മുടെ അൽബർഹ ഏരിയയിലായിരുന്നു. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നപ്പോഴൊക്കെ രാജാവ് വന്നതും ഒക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ രാജാവിനെ കണ്ടെന്ന് വെച്ചാൽ താഴെ നിന്നാണ് കണ്ടത്, മുകളിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. ആ സമയത്ത് നമുക്ക് മുകളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നില്ല. ആ വർഷം തന്നെയാണ് ഞാൻ വണ്ടിയും വാങ്ങിച്ചത്. അപ്പോൾ എനിക്കന്ന് സൈക്കിളുള്ളതുകൊണ്ട് ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജിന് മുകളിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് വരായിരുന്നു. ആ സമയത്തൊക്കെ വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇതിൽ. അപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിക്കുന്നവർക്കറിയാം, പുറമേ കൂടെ നമുക്ക് സൈക്കിൾ ചവിട്ടുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരുപാട് പുതിയ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ അറിയാലോ നമ്മുടെ ദുബായിയുടെ യാച്ചുകളൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. ക്യൂൻ എലിസബത്ത് കപ്പലും അതേപോലെ അതിനുള്ള ഹോട്ടലൊക്കെ വളരെ പരിചയമാണ് നമുക്ക്. അപ്പോൾ ഈ വഴി നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ പോർട്ട് റാഷിദിന് മുന്നിലുള്ളേക്ക് ആ സിഗ്നലിലേക്കാണ്, നമ്മുടെ ഗോൾഡ് സൂക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരത്തെ ആസ്ട്രോ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ ബോർഡ് കണ്ടോ, ഈ ബോർഡിൻ്റെ അവിടെ നിന്നാണ് വഴി മൊത്തം മാറിപ്പോകുന്നത്. ഈ വഴി നോക്കിയില്ലെങ്കിൽ നമുക്ക് ഫുൾ വഴി തെറ്റിപ്പോവും. ലെഫ്റ്റ് ഷെയ്ഖ് സായിദ് റോഡ്, നേരെ പോയി കഴിഞ്ഞാൽ ഉംസക്യൂമ്, റൈറ്റ് പോയി കഴിഞ്ഞാൽ പോർട്ട് റാഷിദ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ടേണിങ് എടുത്തില്ലെങ്കിൽ നമുക്കിനി വഴി തെറ്റിപ്പോകും. അപ്പോൾ പുതിയതായിട്ട് വണ്ടി ഓടിച്ച് വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വഴിക്ക് വരുമ്പോൾ ഈ വഴിക്ക് നേരെ ചെന്ന് നമുക്ക് ടണലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഫ്രെയിമിൻ്റെ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഖ് സായിദ് റോഡിൽ കയറാം. അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ടണലിൽ ഇറങ്ങാതെ നമുക്ക് ഷെയ്ഖ് സായിദ് റോഡിൽ അല്ലെങ്കിൽ സത്വ ഭാഗത്തേക്ക്, അൽജഫലിയ ഭാഗത്തേക്ക് ആ റൈറ്റ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പോകാവുന്നതാണ്. ഞാൻ അധികം സിഗ്നൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് പോയി നമ്മുടെ ഫ്രെയിം ഇപ്പോൾ എത്തും. ഫ്രെയിമിൻ്റെ അതിൽ കണ്ടോ, ഫ്രെയിമിൻ്റെ അതിൽ റൈറ്റ് എടുത്ത് നേരെ ഷെയ്ഖ് സായിദ് റോഡ് പിടിച്ച് നമ്മുടെ ദുബായ് മാളിലേക്കുള്ള വഴിയിലാണ് ഇപ്പോഴുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് തീരെ തിരക്കുണ്ടാകുന്നില്ല. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്, രാവിലത്തെ ഈ വരവിൽ തിരക്ക് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുതിയൊരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി, നല്ലൊരു ആശ്വാസമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാലിക്ക് എങ്ങനെയെങ്കിലും 3 എണ്ണം കവർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അവിടെ ഫുൾ ബ്ലോക്കായിരുന്നു. അപ്പോൾ തിരിച്ച് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ വിചാരിച്ചു കുറച്ച് ലാഗാവും, 10-40 മിനിറ്റ് പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വഴിക്ക് വന്നത്. പക്ഷേ അവിടെ എടുക്കുന്ന അതേ സമയത്തിനുള്ളിൽ തന്നെ ദുബായ് മാളിലെ പാർക്കിങ്ങിലേക്ക് എത്താൻ സാധിച്ചു. അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ദുബായിയുടെ മനോഹരമായ സ്കൈ കാർപ്പേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന ഒരു കാഴ്ച രാവിലെ മനോഹരമാണ്. വൈകുന്നേരം മനോഹരം തന്നെയാണ്, പക്ഷേ വൈകുന്നേരത്തിനെക്കാട്ടി നല്ലത് ഈ പകൽ സമയത്ത് വണ്ടി ഓടിക്കുമ്പോഴാണ് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ. അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മുടെ ദുബായ് മാളിൻ്റെ പാർക്കിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2 സിഗ്നലുണ്ട്. ആ ഒരു സിഗ്നലിൽ ഒരു ലാഗ് മാത്രമേ ഉള്ളൂ രാവിലത്തെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും രാവിലെ ഇല്ല. അപ്പം അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു.